നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഇന്ത്യക്കെതിരെ ഇപ്പോൾ ട്രംപിന് എന്തും പറയാം. ഇന്ത്യയുടേത് ഡെഡ് എക്കോണമി ആണെന്നോ ഇന്ത്യ മൊത്തം ചേരി പ്രദേശങ്ങളാണെന്നോ എന്ത് പറഞ്ഞോട്ടെ, ട്രംപിനത് പറയാം. പക്ഷേ ആ വാക്കിനെ ഏറ്റുപിടിക്കാൻ ഇനി ഇന്ത്യയിലെ ഏത് നേതാവോ ആയിക്കൊള്ളട്ടെ, അത് ചെയ്യുന്നത് തെറ്റ് തന്നെയാണ് അല്ലേ? ഇപ്പോൾ ട്രംപ് അങ്ങനെ ഇന്ത്യയുടേത് ഡെഡ് ഇക്കോണമിയാണ് എന്ന് പറഞ്ഞതിനെ രാഹുൽ ഗാന്ധി ഏറ്റുപിടിച്ച് അത് അങ്ങ് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. രാഹുൽ ഗാന്ധി ഇതാദ്യമായിട്ടല്ല ഇന്ത്യ വിരുദ്ധ പരാമർശങ്ങൾ നടത്തുന്നത്. ഇന്ത്യക്കകത്ത് പറയുന്നത് പോലെയല്ല ഇന്ത്യക്ക് പുറത്തു പോയിട്ടും വിദേശങ്ങളിൽ പോയി ഇന്ത്യക്കെതിരെ ഇങ്ങനെ പറയുന്നത്. മോദിയെ അധിക്ഷേപിക്കണമെന്ന് ഉദ്ദേശിച്ചാണെങ്കിലും പറയുന്നത് അത് ഇന്ത്യ വിരുദ്ധതയാണ് പ്രചരിപ്പിക്കുന്നത്. പക്ഷെ ഇപ്പോൾ അതിന് തിരിച്ചടി കിട്ടിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധിക്ക്. കോൺഗ്രസിലെ നേതാക്കന്മാരും മറ്റ് ഘടകകക്ഷികളും ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളും എല്ലാവരും ഇതിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. ട്രംപ് പറഞ്ഞത് ശരിയല്ല എന്ന് പറയുമ്പോൾ ട്രംപ് പറഞ്ഞതിനെ ഏറ്റുപറഞ്ഞ രാഹുലിനെതിരെയുള്ള ഒരു മുഖത്തേറ്റ അടി തന്നെയല്ലേ അത്? തീർച്ചയായിട്ടും നിരന്തരമായ ഇന്ത്യ വിരുദ്ധത പറയുക, അതാണ് ഇന്നലെ തുടങ്ങിയതല്ല, അതാണ് ഇതിന്റെ പ്രശ്നം. അതായത് നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇവർക്ക് രാഹുൽ ഗാന്ധിക്ക് എന്തോ കിളി പോയതുപോലെയാണ് അദ്ദേഹത്തിൻ്റെ സംസാരം. ഈ രാജ്യത്തിൻ്റെ ഭാവി പ്രധാനമന്ത്രിയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുള്ള നാടാണിത് എന്ന് മനസ്സിലാക്കണം. ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ രാഹുൽ ഗാന്ധിയെ ബഹുമാനിക്കുകയും അദ്ദേഹത്തിന് ക്രിയാത്മകമായി നമ്മുടെ ഭരണപക്ഷത്തെ വിമർശിക്കാൻ അധികാരമുണ്ട് എന്ന് വിശ്വസിക്കുകയും കരുതുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അത് മാത്രമല്ല, പ്രായത്തിന് അതീതമായി യുവാക്കളുടെ ഒരു പ്രതീകമായിട്ടാണ് രാഹുൽ ഗാന്ധിയെ ഇപ്പോഴും ഇന്ത്യയിലെ യുവാക്കൾ കാണുന്നത്. തീർച്ചയായിട്ടും ഒരു പ്രായത്തിനതീതമായ നേതാവ്, ഒരു ആളുകളോട് സ്നേഹമുള്ള നേതാവ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെയാണ് അദ്ദേഹത്തെ ഒരു പ്രതീക്ഷയായിട്ട് ആളുകൾ കണ്ടത്. പക്ഷെ ആ പ്രതീക്ഷയെ മുഴുവൻ തെറ്റിക്കുന്ന തരത്തിലേക്കാണ് അദ്ദേഹത്തിൻ്റെ പല പെരുമാറ്റങ്ങളും പല വാക്കുകളും പല ബൈറ്റുകളും പോകുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. അത് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഇന്ത്യക്കെതിരെ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ മാറിപ്പോകുന്നു. ഭരണകൂടത്തിനെതിരെ പറയുക, നരേന്ദ്രമോദിക്കെതിരെ പറയുക, BJPക്കെതിരെ പറയുക, ഓക്കെ. പക്ഷെ അതിനപ്പുറത്തേക്ക് രാജ്യ താല്പര്യത്തിന് വിരുദ്ധമായി പറയുക, അല്ലെങ്കിൽ അത് മനഃപൂർവ്വമാണോ അതോ ആരെങ്കിലും എഴുതി കൊടുത്തത് പറയുകയാണോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം മുമ്പ് അമേരിക്കയിൽ പോയ സമയത്ത് ഇതേപോലൊരു കാര്യം സംസാരിച്ചു. ഇന്ത്യക്ക് എതിരായിട്ട് ഇന്ത്യയിൽ നടക്കുന്നത് ഇന്ത്യ അരക്ഷിതമാണ് എന്ന രീതിയിൽ സംസാരിച്ചു. നമ്മുടെ രാജ്യത്തിനകത്ത് നിന്ന് നമ്മുടെ ഭരണകൂടങ്ങൾക്കെതിരെ പ്രതികരിക്കും, സംസാരിക്കും, ഒക്കെ ചെയ്യും നമ്മൾ. പക്ഷേ ഇന്ത്യക്ക് പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ എന്താണ്? ഇന്ത്യക്കാരാണ്, ഭാരതത്തിൻ്റെ വക്താക്കളാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും നമ്മുടെ രാജ്യത്തിനെതിരെ മറ്റൊരു രാജ്യത്ത് നിന്ന് സംസാരിക്കാൻ നമുക്ക് കഴിയില്ല. ഒരു ആത്മാഭിമാന ബോധമുള്ള ഇന്ത്യക്കാരന് കഴിയില്ല. അവിടെയാണ് ശശി തരൂർ യഥാർത്ഥ രാഷ്ട്രീയക്കാരനാവുന്നത്, രാജ്യസ്നേഹിയായ ഒരു രാഷ്ട്രീയക്കാരനാവുന്നത്. തീർച്ചയായിട്ടും. കാരണം കോൺഗ്രസ് എന്ന് പറയുന്നത്, കോൺഗ്രസിലെ നേതൃത്വം, കോൺഗ്രസിൻ്റെ ഭരണ സംവിധാനങ്ങൾ, കോൺഗ്രസിൻ്റെ മുൻ പ്രധാനമന്ത്രിമാർ ജവഹർലാൽ നെഹ്റു മുതൽ ഇന്ദിരാഗാന്ധി മുതൽ രാജീവ് ഗാന്ധി മുതൽ ഇങ്ങോട്ട് മൻമോഹൻ സിംഗ് വരെയുള്ള ആളുകളുണ്ടായിരുന്നു. ഇവർക്കൊക്കെ ഒരു കാര്യമുണ്ടായിരുന്നു, രാജ്യത്തോട് സ്നേഹമുണ്ടായിരുന്നു. രാജ്യസ്നേഹം ഇവരുടെയൊക്കെ മുഖമുദ്രയായിരുന്നു. അവരുടെ പല രാഷ്ട്രീയ നിലപാടുകളോടും അടിയന്തരാവസ്ഥ പോലുള്ള കിരാതമായ നടപടികളോടും എതിർപ്പ് പ്രകടിപ്പിക്കുമ്പോൾ തന്നെ രാജ്യത്തിൻ്റെ ഒരു അവസ്ഥ വരുന്ന സമയത്ത് ക്രിയാത്മകമായ മറുപടി പറയാൻ അവർക്ക് എന്തുണ്ടായിരുന്നു? അവർക്ക് കഴിഞ്ഞിരുന്നു. യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ 7ാം കപ്പൽപ്പട വരുന്ന സാഹചര്യങ്ങളിലൊക്കെ ഇന്ദിരാഗാന്ധിയൊക്കെ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ ദയനീയമാണ് ഇന്നത്തെ അവസ്ഥ. സുഡാപ്പികൾ കേരളത്തിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യക്കെതിരെ എന്താണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അവരുടെ മാതൃ രാജ്യം എന്ന് പറയുന്നത് പാകിസ്ഥാനും ഈ പറയുന്ന ബംഗ്ലാദേശും ഒപ്പം ഈ ഗാസയും ഒക്കെയാണ്. പലപ്പോഴും ഇറാനൊക്കെയാണ് അവരുടെ മാതൃ രാജ്യം എന്ന് പറയുന്നത്. കമ്മ്യൂണിസ്റ്റുകാരുടെ മാതൃരാജ്യം ചൈനയാണ് എന്ന് പറയുന്നത് പോലെ സുഡാപ്പികളുടെ മാതൃരാജ്യം അങ്ങ് ഈ പറയുന്ന ഇസ്ലാമിക തീവ്രവാദ രാഷ്ട്രങ്ങളും, ഇസ്ലാമിക തീവ്രവാദി ആരെങ്കിലും ഏതെങ്കിലും ആക്രമണത്തിൽ ചത്തുപോയാൽ അന്നേരം തുടങ്ങും ഇവിടെ കരച്ചിൽ കരയാൻ. ഇവരാണ് രാഹുൽ ഗാന്ധിയെ ഇപ്പോൾ പൊക്കിക്കൊണ്ട് നടക്കുന്നത്. അതല്ല യഥാർത്ഥ രാഷ്ട്രീയം, അതല്ല യഥാർത്ഥ കോൺഗ്രസ് രാഷ്ട്രീയം. കോൺഗ്രസിൻ്റെ പാരമ്പര്യമുണ്ട്, അത് മനസ്സിലാക്കണം നമ്മൾ. പക്ഷെ അതല്ല ഇവിടെ ആര് കാണിക്കുന്നത്? രാഹുൽ ഗാന്ധി കാണിക്കുന്നത്. രാഹുൽ ഗാന്ധി ട്രംപ് പറഞ്ഞത് എന്താ? ട്രംപ് പറഞ്ഞത് ഇവിടെ ഡെഡ് എക്കോണമിയാണ് എന്നുള്ളതാണ്. ഇന്ത്യയിൽ മരവിച്ച സമ്പദ് വ്യവസ്ഥയാണ് എന്നാണ് പറഞ്ഞത്. അത് മനസ്സിലാവാത്തത് നരേന്ദ്രമോദിക്ക് മാത്രമാണെന്നും ട്രംപ് പറഞ്ഞതിനോട് പൂർണ്ണമായി യോജിക്കുകയാണ് എന്നുമാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. നിർമ്മല സീതാരാമന് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞു. അതാണ് കാരണം ധനമന്ത്രിയാണല്ലോ.
എന്ത് ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന രാഹുൽ ഗാന്ധി ഇത്തരത്തിലൊരു കാര്യം പറഞ്ഞത്? നരേന്ദ്രമോദിയെ അപമാനിക്കണമെങ്കിൽ, നരേന്ദ്രമോദിക്കെതിരെ സംസാരിക്കണമെങ്കിൽ അതിന് വേറെ വഴികളുണ്ടല്ലോ. അല്ല, രാഹുൽ ഗാന്ധി അത് പറയുമ്പോൾ അത് എങ്ങനെയാണ് രാഹുൽ ഗാന്ധി അത് വിശ്വസിക്കുന്നത്? അതിന് വ്യക്തമായ വിവരം അവിടെ ബോധിപ്പിക്കണം. എന്തടിസ്ഥാനത്തിലാണെന്ന്. തീർച്ചയായിട്ടും അത് ഡാറ്റ വെക്കണം. നമ്മൾ ഡാറ്റ വെച്ച് നമ്മൾ അനലൈസ് ചെയ്യണം. രാജ്യത്തിന്റെ ഒരു കാര്യം കൂടെ, ഇവര് തന്നെയല്ലേ പറഞ്ഞത് പാകിസ്ഥാനുമായിട്ടുള്ള പ്രശ്നത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് ഈ ട്രംപ് പറഞ്ഞതനുസരിച്ചാണ് നരേന്ദ്രമോദി അവിടെ ഓരോന്നും ചെയ്തതെന്ന്. എന്നിട്ട് ട്രംപ് പറഞ്ഞ വാക്കുകളെ കടമെടുത്തുകൊണ്ട് പറയുന്നത് ആരാണ് യഥാർത്ഥത്തിൽ? അവര് വൈരുദ്ധ്യം കണ്ടോ നിലപാടുകളിലെ? ട്രംപിന് വേണ്ടി അടിമപ്പണി ചെയ്യുന്നു, ട്രംപ് പറയുന്നത് ചെയ്യുന്നു, ട്രംപ് അങ്ങനെ പറയുന്നു എന്നൊക്കെ പറഞ്ഞപ്പോ ഈ നരേന്ദ്രമോദിയെ ട്രംപിന്റെ പേര് പറഞ്ഞ് കുറ്റപ്പെടുത്തുകയും മൈ ഫ്രണ്ട്, അങ്ങനെയാണ്, മൈ ഫ്രണ്ട് അല്ല മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞ് നരേന്ദ്രമോദിയെ പിന്നെ അധിക്ഷേപിക്കുകയും ചെയ്ത അതേ കോൺഗ്രസ്, അതേ രാഹുൽ ഗാന്ധി, അതേ പ്രതിപക്ഷ നേതാവ് ഇന്ന് ട്രംപിനെ നമുക്കറിയാം, ട്രംപ് ഒരു ബിസിനസ്സുകാരനാണ്. ട്രംപ് എന്തൊക്കെ സൗഹാർദ്ദങ്ങൾ ഉണ്ടെങ്കിലും എന്തൊക്കെ ബന്ധങ്ങൾ ഉണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ബിസിനസ് താല്പര്യങ്ങളും അമേരിക്കയുടെ ബിസിനസ് താല്പര്യവും നോക്കി മാത്രമേ അദ്ദേഹം ഒരു നിലപാടെടുക്കുകയുള്ളൂ. അതല്ലാതെ ഒന്നും അദ്ദേഹം ചെയ്യില്ല. എല്ലാവരെയും അദ്ദേഹം പിണക്കിക്കൊണ്ടിരിക്കുകയാണ്. ട്രംപിന് നല്ല നിലപാടുകളുണ്ട് ഭീകരവാദത്തിൽ, മതഭീകരവാദത്തിലൊക്കെ. അമേരിക്കയെ മാത്രമേ ട്രംപ് ലക്ഷ്യം വെക്കുന്നുള്ളൂ, അല്ലാതെ വേറെ ആരെയും പരിഗണിക്കില്ല. തീർച്ചയായിട്ടും അദ്ദേഹം നടക്കുന്ന ബന്ധങ്ങളൊക്കെ വേറെ, അദ്ദേഹത്തിന്റെ ഭരണം വേറെ, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾ വേറെ. എന്തിന് ഇലോൺ മസ്കുമായി ഏറ്റവും അടുത്ത ബന്ധമായിരുന്നില്ലേ ട്രംപിനുണ്ടായിരുന്നത്? ആ ഇലോൺ മസ്കുമായി ഇപ്പൊ തെറ്റിയില്ലേ? ഇലോൺ മസ്കുമായി തെറ്റി ഇലോൺ മസ്ക് പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നതിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ചില്ലേ? അതൊക്കെ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അമേരിക്കൻ താല്പര്യമാണ്. അതും മനസ്സിലാക്കാതെ അമേരിക്ക പറഞ്ഞത് മുഴുവൻ ശരിയാണ് എന്ന് രാഹുൽ ഗാന്ധി അങ്ങ് പറയുകയാണ്. അതോടുകൂടി കോൺഗ്രസിനകത്തെ രാജീവ് ശുക്ല അടക്കമുള്ള നേതാക്കൾക്ക് കൃത്യമായി ഈ കാര്യത്തിൽ അദ്ദേഹം എന്താണ് പറഞ്ഞത്? രാജീവ് ശുക്ല ഈ കാര്യത്തിൽ പറഞ്ഞത് ഇതൊരിക്കലും ശരിയല്ല. കാരണം മൻമോഹൻ സിംഗും ഇന്ദിരാഗാന്ധിയും ഉൾപ്പെടെ അതുപോലെ തന്നെ നമ്മുടെ നരസിംഹറാവുവും വാജ്പേയിയും ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ കെട്ടിപ്പടുത്തൊരു സമ്പദ് വ്യവസ്ഥ ഇവിടെ ഉണ്ട്. ആ സമ്പദ് വ്യവസ്ഥ ഇപ്പോഴും പൂർവാധികം ശക്തിയോടെ ഭംഗിയോടെ മുന്നോട്ട് പോകുന്നുണ്ട്. കാരണം ഇന്ത്യ ഭരിക്കുന്നത് BJP ആയതുകൊണ്ട് സത്യാവസ്ഥ പറയാതിരിക്കുന്നില്ല കോൺഗ്രസ്സുകാർ. രാജീവ് ശുക്ല പറയുന്നു. അതുപോലെ തന്നെ ശിവസേന ഉദ്ധവ് വിഭാഗത്തിന്റെ നേതാവായിട്ടുള്ള പ്രിയങ്ക ചതുർവേദി എക്സിൽ കുറിച്ചത് ഇങ്ങനെയൊന്നുമല്ല ഞങ്ങളുടെ സമ്പദ് വ്യവസ്ഥ. വളരെ കൃത്യമായി മുന്നോട്ട് പോകുന്ന, വളരെ സുരക്ഷിതമായി മുന്നോട്ട് പോകുന്ന, ലോക രാജ്യങ്ങളിൽ അഞ്ച് സമ്പദ് വ്യവസ്ഥകളിൽ എടുത്താൽ അതിൽ ഒന്ന്, ഏറ്റവും ആദ്യത്തെ 5 സമ്പദ് വ്യവസ്ഥ എടുത്താൽ അതിൽ ഒന്നാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ വരുന്ന ഡാറ്റ അനുസരിച്ച് അമേരിക്ക, ചൈന, അത് കഴിഞ്ഞാൽ ആരാണ്? ഇന്ത്യ എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. ഭാവിയിൽ ഇതിനെയൊക്കെ മറികടക്കുന്ന വിധത്തിലേക്ക് ഇന്ത്യ പോകുമെന്ന് IMF, അതുപോലെ തന്നെ വേൾഡ് ബാങ്ക് തുടങ്ങിയ ആളുകളൊക്കെ ഇങ്ങനെ പ്രവചിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു ട്രംപിന്റെ കാര്യം നമുക്കറിയാലോ. ട്രംപ് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് നമുക്കറിയാലോ. ട്രംപിന് ഒരിക്കലും അമേരിക്കയ്ക്ക് മുകളിലേക്ക് ഒരാൾ വരുന്നു എന്ന് കരുതുമ്പോൾ ട്രംപ് ഒരിക്കലും അത് അംഗീകരിക്കില്ല. ഇന്ത്യക്കാർക്ക് ജോലി കൊടുക്കരുത് എന്നാണ് ട്രംപ് പറഞ്ഞത്. കാരണം എന്താ? ക്രിയേറ്റീവായിട്ട് മനുഷ്യ വിഭവശേഷി ഏറ്റവും കൂടുതലുള്ള രാജ്യം ചൈനയല്ല, അത് ഇന്ത്യയാണ്. കാരണം ജനസംഖ്യയിൽ പോലും ചൈനയെ മറികടക്കുന്നു ഇന്ത്യ എന്നാണ് ഏറ്റവും പുതിയ സെൻസസ് റിപ്പോർട്ട് അനുസരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് തന്നെ നമ്മൾ പറയുന്നുണ്ട് എന്താണ്? മനുഷ്യ വിഭവശേഷി ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്ന രാജ്യം ഏതാണ്? അത് ഇന്ത്യയാണ്. അത് ആർക്കാണ് കൂടുതൽ കിട്ടുന്നത്? മറ്റു രാഷ്ട്രങ്ങൾക്ക്, അതായത് അമേരിക്കയ്ക്ക്, ഗൾഫ് രാഷ്ട്രങ്ങൾക്ക്, യൂറോപ്യൻ രാഷ്ട്രങ്ങൾക്ക്. ചൈനയ്ക്ക് അങ്ങനെ കിട്ടുന്നില്ല. മറ്റുള്ള രാജ്യങ്ങൾക്കാണ് ഇന്ത്യയിലെ ഈ വിഭവശേഷി. അത് IT മേഖലയിലായിക്കോട്ടെ, നിർമ്മാണ മേഖലയിലായിക്കോട്ടെ, ശാസ്ത്ര മേഖലയിലായിക്കോട്ടെ, ആരോഗ്യ മേഖലയിലായിക്കോട്ടെ, ഇതൊക്കെ ഇന്ത്യക്കാരാണ് കൂടുതലുള്ളത്. നമ്മളത് മനസ്സിലാക്കണ്ടേ? അങ്ങനെ ഉള്ള സമയത്ത് ട്രംപിന് മനസ്സിലായി ഇത് ഭയങ്കര അപകടകരമാണ്. കാരണം അങ്ങനെ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യുന്ന ഇന്ത്യക്കാരുണ്ടെങ്കിൽ അത് അവരുടെ രാജ്യത്തിന് വേണ്ടി അവരത് ഉപയോഗിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ അമേരിക്കക്കാർ എന്ത് ചെയ്യുന്നതാണ്? അമേരിക്കക്കാർ ഇത്തരം മേഖലകളിൽ നിന്ന് പുറകോട്ട് പോവുകയാണ്. ഗൾഫ് രാഷ്ട്രങ്ങളിലെ ആളുകൾ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് പുറകോട്ട് പോവുകയാണ്. യൂറോപ്യൻ രാജ്യങ്ങളിലെ ആളുകൾ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് പുറകോട്ട് പോവുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ ട്രംപിന് സഹിക്കുന്നില്ല. അപ്പോൾ ട്രംപ് പറയണം, വേണ്ട, ഇനി ഇന്ത്യക്കാർക്ക് എന്ത് കൊടുക്കണ്ട? ജോലി കൊടുക്കണ്ട എന്ന് പറയുന്നു. മറ്റൊരു രാജ്യത്തിൻ്റെ താല്പര്യം പൂർണ്ണമായിട്ടും പറയുന്ന ട്രംപിനെ അതേപടി ഏറ്റുപിടിച്ചുകൊണ്ട് ഒരു കോൺഗ്രസിൻ്റെ നേതാവ്, ഗാന്ധി കുടുംബം എന്ന് പറയുന്നതോട് ഞാൻ യോജിക്കുന്നില്ല, ഗണ്ഡി കുടുംബം അങ്ങനെ തന്നെ പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം
ഫിറോസ് ഗണ്ഡിയെ എങ്ങനെയാണ് ഇവർ ഗാന്ധിയാക്കിയത് എന്ന കാര്യത്തിലൊക്കെ പല അഭിപ്രായ വ്യത്യാസങ്ങളും അവിടെ നിലനിൽക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി എന്ന് ബഹുമാനം കൊണ്ട് മാത്രം വിളിക്കുന്നതാണ്. അങ്ങനെ ആ വിളിപ്പേരിനോട്, ഗാന്ധി എന്ന വിളിപ്പേരിനോടെങ്കിലും രാഹുൽ ഗാന്ധിക്ക് എന്തുണ്ടായിരുന്നെങ്കിൽ, ഒരു 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 റെസ്പെക്ട് ഉണ്ടായിരുന്നെങ്കിൽ, ഒരു ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ സംസാരിക്കില്ല. അതുകൊണ്ടാണ് പ്രിയങ്ക ചതുർവേദിയും രാജീവ് ശുക്ലയും ഒപ്പം ശശി തരൂരും ഈ കാര്യത്തിൽ കൃത്യമായി പ്രതികരിച്ചത്. ശശി തരൂർ പറഞ്ഞ കാര്യം നമുക്ക് അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് ശശി തരൂർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, നമുക്ക് അമേരിക്ക മാത്രമല്ല മുന്നിലുള്ള ഓപ്ഷൻ, അമേരിക്കൻ വിപണി മാത്രമല്ല ഉള്ളത്, ഇന്ത്യക്ക് മറ്റ് ഓപ്ഷനുകളുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങൾ, ചൈന മുതലായ പല രാജ്യങ്ങളും ഇന്ത്യക്ക് മുന്നിൽ എന്താണ് ഈ വിപണി നീട്ടിയിരിക്കുകയാണ്. പ്രമുഖ കമ്പനികളൊക്കെ തന്നെ ഇന്ത്യയെ ഒരു പ്രധാന മാർക്കറ്റായി എടുത്തിരിക്കുന്നു. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ശശി തരൂരിൻ്റെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മൾ നോക്കണം. ശശി തരൂർ ഈ വിഷയത്തിൽ എന്താണ് പറഞ്ഞത്? ഡെഡ് എക്കോണമി എന്ന് ട്രംപ് പറഞ്ഞപ്പോൾ ഈ രാജീവ് ശുക്ലയും പ്രിയങ്ക ചതുർവേദിയും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടിയിലെ ആളുകൾ കൃത്യമായി രാജ്യത്തിനൊപ്പം നിൽക്കുകയും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ അങ്ങനെയൊന്നല്ല എന്ന് പറഞ്ഞപ്പോൾ കോൺഗ്രസിൽ നിന്നുള്ള എംപിമാർക്കും നേതാക്കന്മാർക്കും കൃത്യമായ അതൃപ്തി ഇക്കാര്യത്തിൽ ഉണ്ട് എന്ന് രാജീവ് ശുക്ലയുടെ മറുപടിയോടുകൂടി നമുക്ക് മനസ്സിലായി. അതിനോടൊപ്പം തന്നെ എന്താണ് ശശി തരൂർ പറഞ്ഞ കാര്യം, ശശി തരൂർ എന്താണ് ഈ വിഷയത്തിൽ പറഞ്ഞതെന്ന് കൂടി നമ്മൾ നോക്കണം. അദ്ദേഹം ഒരുപാട് കാലമായി അംബാസഡറായിട്ട് അതുപോലെ തന്നെ UN ഒക്കെ പ്രതിനിധിയായിട്ടൊക്കെ പ്രവർത്തിച്ച ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് കൃത്യമായിട്ട് ഈ കാര്യങ്ങളെ വിലയിരുത്താൻ അറിയാം. അദ്ദേഹം പറഞ്ഞത്, നമ്മളുടെ ഒരു എന്താണ് വിപണി എന്ന് പറയുന്നത് അമേരിക്കൻ വിപണി മാത്രമല്ല, അമേരിക്ക നോ പറഞ്ഞാൽ തീർന്നു പോകുന്നതല്ല ഇന്ത്യയുടെ വിപണി എന്ന് കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട്. മാത്രവുമല്ല യൂറോപ്യൻ വിപണി കൃത്യമായി ഇന്ത്യയുടെ മുമ്പിലുണ്ട്, അതുപോലെ തന്നെ ഗൾഫ് വിപണി ഇന്ത്യയുടെ മുന്നിലുണ്ട്. മറ്റു ലോകത്തെ പ്രധാനപ്പെട്ട വലിയ കമ്പനികളെല്ലാം തന്നെ ഇന്ത്യയിലേക്ക് വരാനാണ് ശ്രമിക്കുന്നത്. ഇന്ത്യൻ വിപണിയാണ് അവർ നോട്ടമിടുന്നത്. ഇത് ഇന്ത്യക്ക് എന്താണ് വളരെ ഗുണകരമാണ്. ഇനി കയറ്റുമതി എന്ന് പറയുന്നത്, ഇന്ത്യയിൽ ഇറക്കുമതിയായിട്ട് മറ്റു പല കമ്പനികളും ഇന്ത്യയെ വലിയ ഒരു രീതിയിൽ കാണുന്ന സമയത്തും ഇവിടെ ഒരു വലിയ ഫാക്ടറി ഉൽപാദന രാഷ്ട്രമായിട്ട് ഇന്ത്യയെ കാണുന്ന സമയത്തും നമ്മൾ കയറ്റുമതിയിൽ നമുക്ക് ഗൾഫ് രാഷ്ട്രങ്ങളെ അതുപോലെ തന്നെ എന്താണ് ഈ പറഞ്ഞ പഴയ സോവിയറ്റ് രാജ്യങ്ങൾ ഉൾപ്പെട്ട ഇന്നത്തെ രാജ്യങ്ങളുണ്ടല്ലോ, അത്തരം രാഷ്ട്രങ്ങളെ, യൂറോപ്യൻ രാജ്യങ്ങളെ ഒക്കെ കാണാമെന്ന് ആര് പറയുന്നുണ്ട്? ശശി തരൂർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതാണ് ശശി തരൂരിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ, ക്രിയാത്മകമായ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോഴും എന്താണ് അദ്ദേഹം പറയുന്നു, രാജ്യത്തിൻ്റെ താല്പര്യമാണ് വലുത്. മോദി ഭരിക്കുന്നത് കൊണ്ട് മാത്രം നമ്മുടെ സമ്പദ് വ്യവസ്ഥ പുറകോട്ട് പോയിട്ടില്ല. ഇന്നത്തെ ഈ പറയുന്ന നിഫ്റ്റി ഉണ്ടല്ലോ, ഇന്നത്തെ ഈ ബിസിനസ്സിൻ്റെ കൃത്യമായ സ്ക്രീൻഷോട്ട് അടക്കം പങ്കുവെച്ചുകൊണ്ട് പ്രിയങ്ക ചതുർവേദി പറഞ്ഞതുപോലെ തന്നെ ശശി തരൂരും പറയുന്നുണ്ട്, നമുക്ക് കൃത്യമായ രീതിയിലുള്ള മുന്നോട്ട് പോക്ക് സാധ്യമാണ്. അത് BJP ഭരിക്കുമ്പോഴും വാജ്പേയി ഭരിക്കുമ്പോഴും ഇന്ദിരാഗാന്ധി ഭരിക്കുമ്പോഴും ജവഹർലാൽ നെഹ്റു ഭരിക്കുമ്പോഴും ഒക്കെ തുടങ്ങി വെച്ച കാര്യങ്ങളാണ് ഇന്നും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ലോകത്തെ 5 സമ്പദ് വ്യവസ്ഥകളിൽ ഒരു സമ്പദ് വ്യവസ്ഥയാണ് നമ്മുടെ സമ്പദ് വ്യവസ്ഥ എന്നും കൃത്യമായിട്ട് ആര് പറയുന്നുണ്ട്? ശശി തരൂർ പറയുന്നുണ്ട്. അവിടെയാണ് ശശി തരൂർ എന്ന് പറയുന്ന നേതാവിനോട് നമുക്ക് ബഹുമാനം തോന്നിപ്പോകുന്നത്, മറ്റു കോൺഗ്രസ് നേതാക്കളോട് നമുക്ക് ബഹുമാനം തോന്നിപ്പോകുന്നത്. പക്ഷേ രാഹുൽ ഗാന്ധി ഇപ്പം തന്നെ ശവപ്പെട്ടിയിലായ കോൺഗ്രസിനെ അവസാനത്തെ ആണിയും അടിച്ച് സംസ്കരിക്കാനുള്ള പണിയാണോ രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവ് എടുക്കുന്നത് എന്നാണ് നമുക്ക് വരുന്ന ഏറ്റവും വലിയ സംശയം എന്ന് പറയുന്നത്. എന്തായാലും അത് ഏറെ ദുഃഖകരമാണ്, സങ്കടകരമാണ്. രാഹുൽ ഗാന്ധി അത് തിരിച്ചറിയട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ.